ഹായ് വെൽക്കം ബാക്ക് ടു ഷെയറീസ് ടൈം. ഇന്ന് ഒരു കൂട്ടുകറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഓണമൊക്കെയല്ലേ വരുന്നത്, അപ്പം സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണല്ലോ കൂട്ടുകറി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഞാനിതാ ഒരു 250 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. അത് ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിൻ്റെ ശേഷം ഒരു 4 വിസിൽ കുക്കറിൽ അടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടാ. ഇനി അതിലേക്ക് ഇതാ ഒരു ചെറിയ പീസ് ചേനേൻ്റെ കഷ്ണം ഇതാ ഈ ഒരു വലുപ്പത്തിൽ കട്ടാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചക്കായും അതേ വലുപ്പത്തിൽ തന്നെ കട്ടാക്കിയിട്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ അത് വേവാൻ ആവശ്യമായ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലും കൂടെ അടിക്കുക കേട്ടോ. കടല ആദ്യം 4 വിസിലടിച്ച് വേവിപ്പിച്ചതാണ് കേട്ടോ. അതിലേക്കാണ് ഞാനിപ്പോൾ ഒന്നും കൂടെ ഇതൊക്കെ ഇട്ടിട്ട് വേവിക്കുന്നത്. ഇനി ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചതിൻ്റെ ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉഴുന്നൊന്ന് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കേട്ടോ. ഇനി അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അതായത് തേങ്ങ നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായിട്ടിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചായി വന്നാൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പകുതി മാറ്റി വെക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മാറ്റിയ തേങ്ങ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കറിലിട്ട ചേനയും കടലയൊക്കെ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു കഷ്ണം വെള്ളം ഒന്ന് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും. വെള്ളം ഞാൻ കഷ്ണത്തോടെ ഇടാത്തത് അതിൽ വേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി അതിലത്തെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച അരക്കാത്ത തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ.